ഹലോ ഗൈസ്, ഞങ്ങൾ ഷോപ്പിങ്ങിന് പോയ ഷോർട്ട് വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതിൻ്റെ ബാക്കി പത്രമാണിത്. അവിടെ ഇരുന്ന പ്ലേറ്റൊക്കെ എടുത്ത് മുഖം നോക്കിക്കൊണ്ട് നിന്നപ്പോഴേക്കും ദേ ഒരു സുന്ദരി കുട്ടി നോക്കി ചിരിക്കുന്നു. എന്ത് ഭംഗിയായിരുന്നു അറിയാം അവളുടെ ചിരിയാണ്. ആക്ച്വലി ഈ ഷോപ്പിങ്ങിന് പോയത് രാവിലെ ചേട്ടായി സൈക്ലിംഗ് കഴിഞ്ഞ് വന്നപ്പോഴേക്കും കുറച്ച് ചിക്കൻ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വൈകുന്നേരത്തേക്ക് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാമെന്ന് കരുതി നോക്കിയപ്പോൾ സാധനങ്ങളുടെ കുറച്ച് കുറവുണ്ടായിരുന്നു. അങ്ങനെ അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. അങ്ങനെ സാധനങ്ങളെല്ലാം വാങ്ങി തിരിച്ചു വരുന്ന വഴി റോഡ് നിറച്ചതുപോലെ ലൈറ്റൊക്കെ വെച്ച് പാട്ടൊക്കെ വെച്ച് നല്ല വൈബായിരുന്നു ഗൈസ്. ഉത്സവ സീസൺ ആണല്ലോ. അല്ലെങ്കിൽ കേശവദാസപുരം ജംഗ്ഷനിലേക്ക് ഒരു 8-9 മണിയൊക്കെ ആകുമ്പോൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല വൈബാണ്. തട്ടുകടയും പാനിപൂരിയും കരിക്കിൻ ഷേക്കും. അങ്ങനെ വന്ന പാടെ ഞാൻ ബിരിയാണി ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്തു. ആക്ച്വലി ഈ ഫീൽഡിൽ ഞാനൊരു എക്സ്പേർട്ടൊന്നുമല്ല. നമ്മുടെ ഷാൻജിയുടെ വീഡിയോ കണ്ടിട്ട് അതുപോലെയൊക്കെ ഉണ്ടാക്കാമെന്ന് കരുതി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നതാണ്. കുക്കർ വെച്ചിട്ട് വെളിച്ചെണ്ണയും നെയ്യും കൂടെ മിക്സ് ചെയ്ത് ഒഴിച്ച് സ്പൈസസ് എല്ലാം ഇട്ട് കൊടുത്ത് സവാള വാട്ടിയെടുക്കുന്നതായിരുന്നു ആദ്യത്തെ ടാസ്ക്. സവാള വഴണ്ടി വരുന്ന സമയം കൊണ്ട് ഞാനൊരു തക്കാളി എടുത്ത് ചെറുതായിട്ട് മുറിച്ചെടുത്തു. അധികം പുളിയില്ലാത്ത തക്കാളി ആയതുകൊണ്ട് തന്നെ ഒരു വലിയ തക്കാളി മുഴുവൻ എടുത്തിട്ടുണ്ടായിരുന്നു. തക്കാളി അരിഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ അടുപ്പിൻ്റെ ചൂടും പുറത്തുള്ള ചൂടും എല്ലാം കൊണ്ട് ഞാൻ വിയർത്ത് കുളിച്ചൊരു വഴിയായിട്ടുണ്ടായിരുന്നു. ഡീഹൈഡ്രേഷൻ ആകണ്ടെന്ന് കരുതി ഞാൻ കുറച്ച് വെള്ളം എടുത്ത് കുടിച്ചു. വെള്ളം കുടിക്കുന്ന സമയം കൊണ്ട് നമ്മുടെ സവാള ചെറുതായിട്ടൊന്ന് മൂത്തുപോയി. കുഴപ്പമില്ല, ഇങ്ങനെ തന്നെയാണ് വേണ്ടത്. അതിനുശേഷം ഞാനതിലേക്ക് അരച്ച് വെച്ചിരുന്ന ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുത്തു. വീണ്ടും അതിൻ്റെ പച്ചമണം മാറാൻ വേണ്ടിയിട്ട് നല്ലോണം വഴറ്റിയെടുത്തു. അങ്ങനെ വഴറ്റി സംഭവം ഒരു ബ്രൗൺ കളറിലായപ്പോഴേക്കും അരിഞ്ഞു വെച്ചിരുന്ന തക്കാളി കൂടി അതിൻ്റെ കൂടെ ചേർത്ത് കൊടുത്തു. തക്കാളി വഴണ്ട് നല്ലോണം പേസ്റ്റായി വന്നപ്പോഴേക്കും നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന പുതിനയിലയും മല്ലിയിലയും കൂടി അതിൻ്റെ കൂടി ചേർത്ത് കൊടുത്തു. അത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മസാല, തൈര് ഇത്രയും ഒഴിച്ച് മിക്സ് ചെയ്ത് മാരിനേറ്റ് ചെയ്ത് 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിരുന്ന ചിക്കനാണ്. അതുകൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് നേരം കുക്കർ അടച്ച് വെച്ച് ഈ ചിക്കനൊന്ന് വേകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ചിക്കനിൽ നിന്ന് നല്ലോണം വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ അരി വേകാനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് കഴുകി വെച്ചിരുന്ന അരിയും കൂടെ ഇട്ടതിന് ശേഷം ഒരു പകുതി നാരങ്ങ അതിലേക്ക് പിഴിഞ്ഞൊഴിച്ചു കൊടുത്തു. നാരങ്ങ പിഴിഞ്ഞെടുത്തതിന് ശേഷം നല്ലോണം മിക്സ് ചെയ്ത് ഒന്ന് ഉപ്പ് നോക്കി, ഉപ്പ് കുറവുണ്ടെന്ന് തോന്നിയതിന് ശേഷം കുറച്ചുകൂടെ ഉപ്പ് കൂടെ ഇട്ട് കൊടുത്ത് ഞാൻ കുക്കർ അടച്ചു വെച്ച് ഒരു വിസിലിന് വേണ്ടി വെയിറ്റ് ചെയ്തു. ആ വിസിൽ വരുന്ന സമയം കൊണ്ട് നമുക്ക് സാലഡിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ സാലഡ് റെഡി ആയപ്പോഴേക്കും കുക്കറിൻ്റെ വിസിൽ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കുക്കർ മാറ്റി വെച്ചിട്ട് നമ്മുടെ ബിരിയാണിക്ക് വേണ്ടുന്ന ടോപ്പിങ്സ് എല്ലാം വറുത്തെടുത്തു. കാഷ്യൂവും കിസ്മിസും എല്ലാം വറുത്ത് മാറ്റിയതിന് ശേഷം ആ ചട്ടിയിലേക്ക് തന്നെ കുറച്ചുകൂടെ എണ്ണ ഒഴിച്ച് ഞാൻ 2-3 പപ്പടവും കൂടെ പൊരിച്ചെടുത്തു. ഇതിനിടയ്ക്ക് വറുത്ത് വെച്ചിരുന്ന സാധനങ്ങൾ കുറച്ചെൻ്റെ വായിലോട്ട് പോകുന്നുണ്ടായിരുന്നു. എനിക്ക് വറുത്ത് വെച്ചേക്കുന്ന ഉള്ളി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾ ആർക്കെങ്കിലും അങ്ങനെ ഉണ്ടോ? അങ്ങനെ ഞാൻ 2-3 പപ്പടം പൊരിച്ചെടുക്കുന്ന സമയം കൊണ്ട് നമ്മുടെ കുക്കർ തുറക്കാറായിട്ടുണ്ടായിരുന്നു. പപ്പടം പൊരിച്ചെടുത്തൊരു സൈഡിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം ഞാൻ ആ കുക്കർ എടുത്ത് തുറന്നു നോക്കി. നല്ല മണമായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് ഒന്നിനും സമയം കിട്ടിയില്ല. നിങ്ങളെ ഇതൊന്നും കാണിക്കാനും പറ്റിയില്ല. ഈ വറുത്ത് വെച്ചിരുന്ന സാധനങ്ങളെല്ലാം ഞാൻ അതിലേക്ക് ഇട്ടിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്നങ്ങ് കഴിച്ചു. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നിങ്ങളിടയ്ക്കൊന്ന് ട്രൈ ചെയ്ത് നോക്ക്.